ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ബെറ്ററായി വന്നു കേട്ടോ. ശബ്ദത്തിൽ ശരിയായിട്ടില്ല എന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ ബെറ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള 2 വീഡിയോസാണ് ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്ലാസ് എടുത്തതിൻ്റെ, അതായത് മുൻപത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് മുതൽ ഇതിനിടയിൽ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പീച്ചുമായിട്ട്, അതായത് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നിർത്തിയത്. അതായത് വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീച്ച് ആൻഡ് സ്പീച്ച് ഡിഫക്ട്സ്. അതായത് ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 തിയറീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്പീച്ച് ഡിഫക്ട്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഭാഷാ വികസനം എങ്ങനെ നടക്കുന്നു എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതിയാകും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സ്പീച്ച് ഡിഫക്ട്സ് എന്താണ്, ടൈപ്സ് ഓഫ് സ്പീച്ച് ഡിഫക്ട്സ് ഏതൊക്കെയാണ്, ദെൻ എന്തുകൊണ്ടൊക്കെയാണ് സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്പീച്ച് ഡിഫക്ട്സ് എന്താണെന്ന് നോക്കാം. സ്പീച്ച് ഡിഫക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്പീച്ചിനെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് എന്തെങ്കിലും അതുപോലെ ഇങ്ങനെയുള്ള എന്താണ് നമുക്കൊരു നിർത്തി പറയേണ്ട ഒരു അവസ്ഥ വരികയോ, അതല്ലെങ്കിൽ വ് 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 എന്ന് പറയുന്ന പോലെ ഒരു വിക്കി പറയേണ്ടി വരുന്നൊരവസ്ഥ വരികയോ, അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിൽ നമ്മുടെ നോർമലായിട്ട് ഫ്ലുവൻ്റായിട്ട് ഒരു ഫ്ലോയിൽ പോകുന്ന ഒരു സ്പീച്ചിനെ തടസ്സപ്പെടുത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറിനെയാണ് സ്പീച്ച് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്പീച്ചിനെ തടസ്സം നിൽക്കുന്ന, നമ്മുടെ നോർമൽ സ്പീച്ചിനെ തടസ്സം നിൽക്കുന്ന എല്ലാം തന്നെ എന്താണ്, സ്പീച്ച് ഡിഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ സ്പീച്ച് ഡിസോർഡർ കാരണം നമുക്ക് തീരെ സംസാരിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തീരെ സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ അതിനെയാണ് മ്യൂട്ട്നെസ് എന്ന് പറയുന്നത്, അതായത് മ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സംസാരിക്കാൻ കഴിയാത്ത വ്യക്തികളെ നമ്മൾ ഊമാന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ സംസാരിക്കാൻ കഴിയാത്തതാണ് മ്യൂട്ട്നെസ് അല്ലെങ്കിൽ മ്യൂട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഡംബ് എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ്, ഈ പറയുന്ന സ്പീച്ച് ഡിസോർഡറാണ്. അപ്പോൾ സ്പീച്ച് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നോർമലായിട്ട് സംസാരിക്കാൻ പറ്റുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്പീച്ച് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ രീതിയിലുള്ള സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് അഫാസിയ. ശ്രദ്ധിക്കുക, ഈ പറയുന്ന ടേംസ് എല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ ബി.എഡിൻ്റെ എക്സാം അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്നുദ്ദേശിച്ചിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത്. ഈ അഫാസിയ, ഡിസാർത്രിയ, അപ്രാക്സിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസ് നമുക്കിതൊന്നും നമ്മൾ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥമെങ്കിലും അല്ലെങ്കിൽ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കണം. കേട്ടറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ അഫാസിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു അക്വയേർഡ് ഇമ്പയർമെൻ്റ് ആണ്. അതായത് നമുക്ക് ജന്മന ഉണ്ടാകണം എന്നല്ല, ജന്മന ഉണ്ടാകുന്നതാകാം, അതല്ലാതെയും നമുക്ക് ഈ ഇമ്പയർമെൻ്റ് ഉണ്ടാകാം. അതായത് ബ്രെയിനിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തകരാറുണ്ട് സംഭവിക്കുക. അതായത് നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബ്രെയിൻ്റെ പാർട്ടിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്ന, അല്ലെങ്കിൽ എഴുതാനോ വായിക്കാനോ കഴിയാതെ വരുന്ന ആ ഒരു ഇനബിലിറ്റീനെയാണ്, ആ ഒരു കഴിയാത്തൊരവസ്ഥയെയാണ് അഫാസിയ എന്ന് പറയുന്നത്. ഓക്കെ, അഫാസിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു സർട്ടൈൻ പാർട്സിന് വരുന്ന, ആ ഭാഗത്തിന് വരുന്ന ചില
തകരാറുകൾ മൂലം നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്നതിനെയാണ്, അല്ലെങ്കിൽ എഴുതാനോ വായിക്കാനോ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് അഫാസിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിസാർത്രിയ. ശ്രദ്ധിക്കുക, അഫാസിയ പറഞ്ഞു, ഡിസാർത്രിയ. ഡിസാർത്രിയ എന്ന് പറയുന്നത് മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ട്, അല്ലെങ്കിൽ മോട്ടോർ സ്പീച്ച് ഡിസോർഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്പീച്ച് ഡിഫക്ട്സ് ആണ് ഡിസാർത്രിയ. അതായത് നമ്മുടെ മസിലിൻ്റെ വീക്ക്നെസ്, നമുക്ക് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മസിൽസിൽ ഏതെങ്കിലും ഒന്നിന്, അതായത് വോക്കൽ കോഡിനായിരിക്കാം, അതല്ലെങ്കിൽ ടങ്കിനായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ് മസിൽസിനായിരിക്കാം. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റാതെയുള്ള ആ ഒരു അവസ്ഥയെയാണ് ഡിസാർത്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംസാരിക്കാൻ പറ്റാതെ നമുക്ക് കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സ്ലേർഡ് ആയിട്ടുള്ളൊരു സ്പീച്ച് ആയിരിക്കും. സ്ലേർഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത് മുഴുവൻ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല, കൃത്യമായി എന്താണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ അക്ഷരങ്ങളൊക്കെ വിഴുങ്ങുന്നൊരവസ്ഥ, പറഞ്ഞു വരുമ്പോൾ പകുതി അക്ഷരങ്ങളെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു വരുമ്പോൾ പകുതി അക്ഷരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു അവസ്ഥയാണ് ഡിസാർത്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അഫാസിയ പറഞ്ഞു, ഡിസാർത്രിയ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ഫോണിയ. ഡിസ്ഫോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ നോൺ ആസ് ഹോഴ്സ് വോയിസ്, അതായത് ഒരു പരുക്കൻ ശബ്ദം എന്നൊക്കെ ഒരർത്ഥത്തിലാണ് ഹോഴ്സ് വോയിസ് എന്ന് പറയുന്നത്. അതായത് ഒരു അബ്നോർമൽ വോയിസ് ആണ് ഉണ്ടാവുക. അതായത് ഡിസ്ഫോണിയ എന്ന് പറയുന്ന ഒരു സ്പീച്ച് ഡിഫക്റ്റ് ഉള്ള ആൾക്ക് ഒരു അബ്നോർമൽ വോയിസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് വോക്കൽ കോഡിനുണ്ടാകുന്ന ഒരു പ്രോബ്ലം കൊണ്ട് ആണ് എന്തുണ്ടാകുന്നത്, ഈ ഡിസ്ഫോണിയ ഉണ്ടാകുന്നത്. നമ്മളുടെ സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ശബ്ദം പരുക്കൻ ശബ്ദമാവുകയോ, അല്ലെങ്കിൽ സ്പീഡ് കൂടുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ പരിപരുത്ത പോലത്തെ ശബ്ദം, അതായത് നമ്മുടെ ഋതമിലോ അല്ലെങ്കിൽ നമ്മളുടെ സംസാരിക്കുന്ന ആ ഒരു താളം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല, അതിലൊക്കെ എന്തുണ്ടാകും, ഒരു പ്രത്യേകതയുണ്ടാകും. ആ ഒരു പരുക്കനായിട്ടുള്ള ആ ഒരു വോയിസ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അത്തരത്തിലുണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിലും വ്യക്തമായിട്ടും ഒരാളോട് സംസാരിക്കാൻ സാധിക്കില്ല. അതായത് ഇത്തരത്തിൽ പരിക്കൻ ഒരു ശബ്ദമാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ എന്തുണ്ടാകും, നമുക്ക് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അത് എളുപ്പത്തിലും വ്യക്തമായിട്ടും സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കഴിവില്ലായ്മേനെയാണ് ഡിസ്ഫോണിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്ലട്ടറിങ്. ക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ആണ്. സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ. ഒരു ക്ലട്ടറിങ് ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ സ്പീഡിലായിരിക്കും സംസാരിക്കുക, നമുക്കൊന്നും മനസ്സിലാവില്ല, എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ടാവും, ഭയങ്കര സ്പീഡായിരിക്കും, നമുക്കൊന്നും മനസ്സിലാവില്ല, നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി ഒരു കാര്യം പറഞ്ഞ് എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിപ്പിക്കും. അതായത് വാലും തുമ്പും ഇല്ലാണ്ടൊക്കെ ചിലർ സംസാരിക്കാനുണ്ടാവും. ഇതൊക്കെ ഒരു ക്ലട്ടറിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ സംസാരിക്കുമ്പോൾ ഒരു റിഥമിക്കൊന്നും ഉണ്ടാവില്ല, ഗ്രാമറും ഉണ്ടാവില്ല, ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടാകും. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. ഞാൻ എന്താണ് പറയുന്നതെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. അത്തരത്തിലാണ് ഈ ക്ലട്ടറിങ് എന്ന് പറയുന്നത്. അതായത് മറ്റൊരു വ്യക്തിയോട് എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കണേ എന്നുള്ളത് ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടും കൺവേ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ആർക്കും ഉണ്ടാവില്ല, ഈ ക്ലട്ടറിങ് ഉള്ള വ്യക്തിക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ പറയുമ്പോൾ ഐ ഐ ഐ വാണ്ട് ടു ഗോ ടു ദ, ഐ നീഡ് ടു, അതായത് അങ്ങനെ ഒരു എന്താണ് ഒരു ഇതുണ്ടാവില്ല, ഫ്ലോ ഉണ്ടാവില്ല, എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആളുടെ ഉള്ളിൽ ആശയമുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യില്ല, പുറത്തേക്ക് വരില്ല. ഇപ്പോൾ ഐ വാണ്ട് ടു ഗോ ടു ദ കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ പറയുക ഐ വാണ്ട് ടു ഗോ ടു ദ, ഐ നീഡ് ദ സ്റ്റോർ ഈസ് ഓവർ ടു ദ സ്റ്റോർ. അങ്ങനെ എന്താണ് ഒരു നിർത്തി പോസ് ഇട്ട് എപ്പോഴും ഇങ്ങനെ എന്നുള്ള ശബ്ദങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടായിരിക്കും ഇവരുടെ സംസാരത്തിലുണ്ടാകുക. അപ്പോൾ ക്ലട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് മറ്റൊരാളോട് കൺവേ ചെയ്യാനും കൺസൈസ് ചെയ്യാനും പറ്റാത്ത രീതിയിൽ വളരെ സ്പീഡായിട്ടോ അല്ലെങ്കിൽ റിതം പ്രോബ്ലം ആയിട്ടോ ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ടൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ളതിനെയാണ് ക്ലട്ടറിംഗ് എന്ന്, ആ ഒരു എബിലിറ്റി ഇല്ലായ്മേനെയാണ് ക്ലട്ടറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ലിസ്പിംഗ്. ലിസ്പിംഗ് എന്ന് പറയുന്നത് ഒരു
ഫങ്ഷണൽ ഡിസോർഡർ ആണ്. ദാറ്റ് ഇൻവോൾവ്സ് ദ ഇനബിലിറ്റി ടു കറക്റ്റ്ലി പ്രൊഡ്യൂസ് വൺ ഓർ മോർ സിബിലിയൻ കൺസണന്റ് സൗണ്ട്സ് യൂഷ്വലി എസ് ഓർ സെഡ്. അതായത് നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്നത് സെഡ് അല്ലെങ്കിൽ സെഡ് ആണ് പറയുന്നത്. സെഡ് അല്ലെങ്കിൽ എസ് ആണ്, സെഡ് അല്ലെങ്കിൽ എസ് ആണ് പറയുന്നത്. ചില കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സംസാരിക്കുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോൾ ലിസ്പ് എന്ന് പറയുന്നതിന് പകരം ലിത്പ്പ് എന്നായിരിക്കും പറയുക. ലിപ്പ് അതായത് വരില്ല, അതായത് എസ് എന്ന് പറയുന്ന ശബ്ദം അവർക്ക് വരില്ല. അതിന് പകരം അവർ എന്തുപയോഗിക്കും? TH ഉപയോഗിക്കും. ഇതുപോലെ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് വരാത്ത ചില അക്ഷരങ്ങൾ LR, ചിലർ ക ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ മകളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കുട്ടിക്കാലത്തെ കാര്യം കേട്ടോ പറയുന്നത്, സംസാരിക്കുമ്പോൾ കാറ്റെന്ന് പറയണതിന് പകരം താറ്റെന്നാണ് പറയുക. ഇത് കാക്ക് പകരം അവിടെ തായായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ലിസ്പിങ്ങിൽ വരുന്നതാണ്. കുട്ടിക്കാലത്തുള്ളത് പിന്നെ മാറി എന്ത് ചെയ്യും, വലുതാകുമ്പോൾ ഇത് കറക്റ്റാകും. പക്ഷെ ചിലവർക്ക് എന്തുണ്ടാവില്ല, അത് അപ്പോഴും കറക്റ്റായിട്ട് വരില്ല. അപ്പോഴും അവർ മുമ്പ് സംസാരിച്ച അതേ രീതി തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ അതൊരു സ്പീച്ച് ഡിഫക്റ്റാണ്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ലിസ്പിംഗ് എന്നുള്ളത്. അപ്പോൾ ഡിസ്ഫോണിയ പറഞ്ഞു, ക്ലട്ടറിങ് പറഞ്ഞു, നെക്സ്റ്റ് പറഞ്ഞു ലിസ്പിംഗ് പറഞ്ഞു. ഇനി വരുന്നതാണ് സ്റ്റട്ടറിങ് ഓർ സ്റ്റാമറിങ്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, കോമൺ ആയിട്ട് പറഞ്ഞ് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നമ്മൾ സൂസു സുധി വാത്മീകം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സ്റ്റട്ടറിങ് അല്ലെങ്കിൽ സ്റ്റാമറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിക്കി പറയുന്നതിനെയാണ് സ്റ്റട്ടറിങ് അഥവാ സ്റ്റാമറിങ് എന്ന് പറയുക. ഇനി സ്റ്റട്ടറിങ്ങിലാണെങ്കിൽ എന്താണ്, ഒരു കുട്ടി സംസാരിക്കുമ്പോൾ സെയിം ലെറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും. ഒരു വേർഡ് പറയുന്നതിന് മുൻപ് ആ വേർഡ് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ കെ 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 ക്യാറ്റ് അങ്ങനെയായിരിക്കും പറയുക. അതെന്താണ്, സ്റ്റട്ടറിങ്ങിൽ വരുന്നതാണ്. ഇനി സ്റ്റാമറിങ്ങിലോട്ട് വരുമ്പോൾ എന്താണ്, ദ ചൈൽഡ് ഫെയിൽസ് ടു പ്രൊഡ്യൂസ് എനി സൗണ്ട് ഫോർ സം ടൈം വിച്ച് റിസൾട്ട് ഇൻ എംപാരസിങ് ടൈപ്പ് ഓഫ് ജെസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അതായത് സ്റ്റാമറിംഗ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനേ സാധിക്കില്ല ചില സമയത്ത്. അതായത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് വരില്ല. ഒരു സൗണ്ട്, അതായത് ഒരു ശബ്ദം പുറത്തേക്ക് വരാത്തൊരവസ്ഥയാണ്. അത് അതിന് പകരം എന്തുണ്ടാവും, വായ കിടന്ന് അനങ്ങുന്നുണ്ടാകും, ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവും, കുട്ടി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് മനസ്സിലാകും. പക്ഷെ എന്തുണ്ടാവില്ല, നമ്മൾക്ക് കേൾക്കില്ല, സൗണ്ട് വരില്ല പുറത്തേക്ക്. ഓക്കെ, അതാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും ഏകദേശം സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യത്തേൽ എന്ന് പറയുമ്പോൾ സൗണ്ട് വരും, പക്ഷെ അത് വേർഡിലേക്ക് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് പറയും. ഇനി സ്റ്റാമറിങ്ങിലേക്ക് വരുമ്പോൾ ഒരു സൗണ്ടേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുട്ടിക്ക് കുറേ ടൈം എടുക്കും. വേർഡ് പറയാനല്ല, സൗണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറേ സമയമെടുക്കും. അത് ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയും ജെസ്റ്റേഴ്സിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുട്ടിയുടെ ഫേസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര എംബാരസിങ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ കുട്ടി കാണിക്കും. ഓക്കെ, ഇത് കൂടുതൽ ഈ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അത്തരത്തിൽ പ്രോബ്ലം ചിലപ്പോൾ ചെറുതായിട്ടുണ്ടാവും. പക്ഷേ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ, ടെൻഷൻ വരുന്ന സിറ്റുവേഷനിലൊക്കെ ഈ ഒരു പ്രോബ്ലം കുറച്ചുകൂടെ മുന്നിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് അപ്രാക്സിയ. ഈ അപ്രാക്സിയ എന്ന് പറയുന്നത് നമ്മൾക്ക് ന്യൂറോളജിക് ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. ന്യൂറോളജിക് ഡിഫക്റ്റ് അതായത് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ന്യൂറോളജിക് ആയിട്ടുള്ള ഡിഫക്റ്റിനെയാണ് പറയുന്നത്. അതായത് ഇൻകൺസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആൻഡ് റീഅറേഞ്ചിങ് ഓഫ് സൗണ്ട്സ് ഇൻ എ വേർഡ്സ്. അതായത് സ്പീച്ച് സൗണ്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേർഡ്സ് എന്താണ് നമ്മൾ പറയുമ്പോൾ ഒരു റീഅറേഞ്ച്മെൻ്റ് ഉണ്ടാകില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് പൊട്ടറ്റോ എന്നാണ് പറയേണ്ടെങ്കിൽ ടൊപ്പാറ്റോ എന്ന് പറയുക, അല്ലെങ്കിൽ ടൊട്ടാറ്റോ എന്ന് പറയുക, അല്ലെങ്കിൽ ടൊട്ടാപ്പോ എന്ന് പറയുക. അതായത് കുട്ടിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് പൊട്ടാറ്റോ ആണ്, പക്ഷെ പറയുന്നത് ടൊട്ടാറ്റോന്നോ ടൊപ്പാറ്റോന്നോ അങ്ങനെയായിരിക്കും. ഇപ്പോൾ ചിക്കൻ എന്നാണ് പറയാതിരിക്കണം, കിച്ചൺ എന്നാവും ചിലപ്പോൾ പറയുക. അതിനെയാണ് ഈ അപ്രാക്സിയ. ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞാൽ ഇനി ആവില്ല, നേരത്തെ മുൻപ് പിന്നെ പറയുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ കാറ്റിന് എപ്പോഴും താറ്റെന്ന് തന്നെയാണ് പറയുക, അതിന് വ്യത്യാസമില്ല ലിസ്പിങ്ങിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആയി. ഇപ്പോൾ പൊട്ടാറ്റോ എന്ന് ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്
കുട്ടി പറയുന്നത് ടൊപ്പാറ്റോ എന്നായിരിക്കും, പക്ഷെ എപ്പോഴും ടൊപ്പാറ്റോ എന്ന് പറയണമെന്നില്ല, ചിലപ്പോൾ ടൊട്ടാറ്റോ എന്നായിരിക്കും പിന്നെ പറയുക. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് സ്പീച്ച് സൗണ്ട്സ് പോകുന്നതിനെയാണ് അപ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സ്പീച്ച് ഡിഫക്ട്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുണ്ട്. അഫാസിയ, ഡിസാർത്രിയ, ഡിസ്ഫോണിയ, ക്ലട്ടറിങ്, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്, ലിസ്പിംഗ് ആൻഡ് അപ്രാക്സിയ. ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലും വെക്കണം. എങ്കിലാണ് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ വൺ വേർഡ് ഒക്കെ ചോദിക്കുമ്പോൾ ഇത് ഏത് രീതിയിലുള്ള ഡിഫക്റ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്പീച്ച് ഡിഫക്ട്സുകൾ ഉണ്ടാകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ബേസിക്കലി നമുക്കറിയാം ജനറ്റിക് ഇഷ്യൂസ് ആയിരിക്കും. അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടിക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അതായത് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ദെൻ ബ്രെയിൻ ഡാമേജ്, ഞാൻ പറഞ്ഞു ബ്രെയിൻ ഡാമേജ് കാരണം കൊണ്ട് ഉണ്ടാകുന്ന സ്പീച്ച് ഡിഫക്ട്സ് കുറച്ച് എണ്ണം നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതിലെന്താണ്, ബ്രെയിൻ ഡാമേജ് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ടാകും. ദെൻ മസിൽ വീക്ക്നെസ്സസ്, മസിലിൻ്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ, വീക്ക്നെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പീച്ച് ഡിഫക്റ്റ് ഉണ്ടാകും. ദെൻ ഡിംനീഷ്യ, മറന്നു പോകുന്ന അവസ്ഥ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയി കഴിയുമ്പോൾ നമുക്ക് പറയാൻ കിട്ടില്ല, നമുക്ക് സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ടാവും. കാരണം സംസാരിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടാവണ്ടേ, അപ്പോൾ അതില്ലാന്ന് വരുമ്പോൾ സ്പീച്ച് ഡിഫക്ട്സിലേക്ക് വരും. ദെൻ ഓറൽ ക്യാൻസർ, നമുക്ക് ത്രോട്ട് ക്യാൻസർ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് ഓറലായിട്ടുള്ള ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ടാവും, സ്ലറിങ് ഒക്കെ ഉണ്ടാകും. കൃത്യമായി നമുക്ക് അസ്പഷ്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉച്ചരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഓട്ടിസം ഉള്ള കുട്ടികളെ നിങ്ങൾക്കറിയാം അല്ലേ, അതൊരു എന്താണ് ഒരവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്കും സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, സ്പീച്ച് ഡിഫക്ട്സ് കൃത്യമായി ഉണ്ടാകും. ദെൻ ഫിസിക്കൽ ഡിഫോമിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മുറിച്ചുകൊണ്ടുള്ളൊരു കുട്ടിയെ നിങ്ങൾ സങ്കല്പിക്കുക. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഈ ചുണ്ടിൻ്റെ ഭാഗം മുറിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും കാറ്റായിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ഫിസിക്കൽ ഡിഫോമിറ്റീസ്, നമ്മുടെ വോക്കൽ കോഡിനുണ്ടാകുന്ന പ്രോബ്ലംസ്, നമ്മുടെ മസിൽസിനുണ്ടാകുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ ഫിസിക്കൽ ഡിഫോമിറ്റീസിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് കോസസ് ഓഫ് സ്പീച്ച് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറ്റിക് ഇഷ്യൂസ്, ബ്രെയിൻ ഡാമേജ്, മസിൽ വീക്ക്നെസ്സസ്, ഡിംനേഷ്യ, ഓറൽ ക്യാൻസർ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ആൻഡ് ദ ഫിസിക്കൽ ഡിഫോമിറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോസസിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ചെറിയൊരു ടോപ്പിക്കാണ്, ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പീച്ച് ഡിഫക്ട്സ് എന്താണെന്ന് പറഞ്ഞു, ദെൻ കോസസ് പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ വിപുലമായിട്ട് കാണാം.